ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമുക്കിത് വീട്ടിലായാലും പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് കാണിക്കുന്നത്. നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓളെന്ന് ശുഭരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പാർട്ടി സ്പെഷ്യൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ കിങ് ഫിഷ് എടുത്തിട്ടുണ്ട്, അതായത് അയക്കൂറ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന തരത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം. വേണമെങ്കിൽ ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കോട്ടിങ് കിട്ടാൻ, നമ്മൾ മീനൊന്ന് പൊടിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. കോൺഫ്ലവറും ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി 10 മിനിറ്റ് വരെ അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഈ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ടൊന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. സെയിം എണ്ണയിലോട്ടേക്ക് നമ്മൾ ആദ്യം മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ മീനും നമുക്ക് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് മുഴുവൻ മീനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ 2 ഭാഗവും നല്ലവണ്ണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കറിവേപ്പിലേക്ക് നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും നമ്മുടെ ഒരു മീനിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്, നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ 1-2 പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടി സ്പെഷ്യലായിട്ടുള്ള ഫിഷ് ഫ്രൈ ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു പാർട്ടി സ്പെഷ്യലായിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. നമ്മളിത് കോൺഫ്ലവർക്ക് ചേർത്തത് കൊണ്ട് ഈ മീനൊന്നും പൊടിഞ്ഞു പോകില്ല, നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇടയ്ക്കൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.